അഗ്നിവേദിന്റെ വിയർപ്പിന് ഉപ്പിന്റെ ഗന്ധമുണ്ടായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് നഗരം ഉറങ്ങുമ്പോൾ അവൻ തന്റെ പഴയ ബൈക്കിൽ മത്സ്യ മാർക്കറ്റിലേക്ക് കുതിക്കും. കഠിനമായ അധ്വാനം നെഞ്ചിലെ കനൽ പോലെ അവനെ മുന്നോട്ട് നയിച്ചു. ആ കുഞ്ഞു വീട്ടിൽ താൻ അധ്വാനിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, തന്റെ പ്രിയതമ നിവേദിതയ്ക്ക് വേണ്ടിയാണെന്ന വലിയ സത്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീടിന്റെ അകത്തളങ്ങളിൽ നിവേദിതയുടെ മനസ്സിൽ മറ്റൊരു ലോകം വളരുകയായിരുന്നു. ടിവിയിലെ പരസ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ചിത്രങ്ങളും അവളെ പ്രലോഭിപ്പിച്ചു. അവൾ ജോലി ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനിയിലെ മേധാവി ഗൗതം ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു. ഒരു ആഡംബര കാറിൽ ഗൗതം ഓഫീസിലെത്തുമ്പോൾ നിവേദിതയുടെ കണ്ണുകളിൽ അസൂയയുടെയും അത്യാഗ്രഹത്തിന്റെയും തീപ്പൊരികൾ മിന്നി. അന്ന് വൈകുന്നേരം അഗ്നിവേദ് ക്ഷീണിതനായി വീട്ടിലെത്തി. കയ്യിലുള്ള പണം മേശപ്പുറത്ത് വെച്ച് അവൻ അവളോട് ചോദിച്ചു, നിവേ, ഈ മാസം കുറച്ച് കൂടുതൽ സേവിങ്സ് നടത്തിയിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് ചെറിയൊരു സ്ഥലം നോക്കണം. നിവേദിത ഒരു പരിഹാസത്തോടെ അവനെ നോക്കി. അവളുടെ വാക്കുകൾ മൂർച്ചയുള്ള കഠാരകളായിരുന്നു. അഗ്നി, ഈ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് നേടാനാണ്? മരണം വരെ ഈ ചെളിയിൽ തന്നെ കിടന്ന് മരിക്കാനാണോ നിന്റെ വിധി? ഗൗതം സാറിനെ ഒന്ന് കണ്ടുപഠിക്ക്. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെടാതെ എങ്ങനെ ഒരു രാജാവിനെ പോലെ ജീവിക്കാമെന്ന്. അഗ്നിവേദിന്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. ഞാൻ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയല്ലേ നിവേ, എനിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് വേണ്ടത് കഷ്ടപ്പാടല്ല, ആഡംബരമാണ്. അവൾ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. ആ രാത്രി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഗൗതമിന്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അഗ്നിവേദിനെ തന്റെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളാൻ അവൾ മനസ്സിൽ ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. കുടുംബത്തെയും സുഹൃത്തുക്കളെയും ചീറ്റുകൊട്ടാരം പോലെ തകർക്കാൻ അവൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അഗ്നിവേദ് താനറിയാതെ ഒരു അഗ്നിപരീക്ഷയുടെ ദിവസത്തിലായിരുന്നു അപ്പോൾ. അഗ്നിവേദിന്റെ കുടുംബം ഒരു വലിയ വടവൃക്ഷം പോലെയായിരുന്നു. അവന്റെ അമ്മ ശാരദാമ്മയും അനിയൻ ആദിത്യനും ചേർന്നതായിരുന്നു ആ മനോഹരമായ ലോകം. എന്നാൽ നിവേദിതയുടെ മനസ്സിൽ ആ വടവൃക്ഷത്തെ കടപുഴക്കി എറിയാനുള്ള ആസൂത്രണം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾക്കറിയാമായിരുന്നു, അഗ്നിവേദിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ ആദ്യം അവന്റെ കുടുംബവുമായുള്ള അവന്റെ ബന്ധം തകർക്കണമെന്ന്. ആദ്യത്തെ ആദിത്യനായിരുന്നു. ആദിത്യൻ ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുകയായിരുന്നു. ഭാവിയിൽ ഒരു സ്വന്തം ബിസിനസ് തുടങ്ങണമെന്ന സ്വപ്നം അവനുണ്ടായിരുന്നു. നിവേദിത അവനോട് വളരെ കരുതലോടെ സംസാരിച്ചു തുടങ്ങി. ആദി, നിന്റെ ചേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം വൈകുന്നേരം അവൾ ചോദിച്ചു. ആദിത്യൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ചേട്ടനോ? അവനെ പോലെ എന്നെ സ്നേഹിക്കുന്ന മറ്റാരുണ്ട്? നിവേദിത ചിരിച്ചു. അത് പരിഹാസത്തിന്റെ ചിരിയായിരുന്നു. അതൊക്കെ പുറമേയുള്ള അഭിനയമാണ്. ചേട്ടന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ നിനക്ക് നൽകുന്നുണ്ടോ? ഇല്ലല്ലോ. അവൻ രഹസ്യമായി എവിടെയോ നിക്ഷേപിക്കുന്നുണ്ട്. നിന്റെ ജീവിതകാലം മുഴുവൻ തന്റെ കീഴിൽ അടിമയാക്കി നിർത്താനാണ് അവന്റെ പദ്ധതി. ആദിത്യന്റെ മുഖത്ത് ആശയക്കുഴപ്പം നിറഞ്ഞു. നിവേദിത തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ അഗ്നിവേദിനെ കുറിച്ച് പല കള്ളക്കഥകളും കെട്ടിച്ചമച്ചു. അവൻ നിന്റെ ബിസിനസ് സ്വപ്നങ്ങളെ തകർക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. നിനക്ക് മുന്നേറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ നിന്നെ സഹായിക്കാത്തത്. മറുഭാഗത്ത് അഗ്നിവേദിന്റെ അമ്മ ശാരദാമ്മയുടെ മുന്നിൽ നിവേദിത മറ്റൊരു മുഖം ധരിച്ചു. ശാരദാമ്മയ്ക്ക് അഗ്നിവേദിനോട് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ നിവേദിത എപ്പോഴും ഒരു വിഷം പോലെ അവരുടെ സംഭാഷണങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു. അമ്മേ, അഗ്നിവേദ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവനിപ്പോൾ കണക്കിലെടുക്കുന്നില്ല. ഗൗതം സാർ എനിക്ക് നൽകുന്ന പരിഗണന പോലും സ്വന്തം ഭർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നില്ല. അഗ്നിവേദ് വീട്ടിലെത്തുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു നിഗൂഢമായ നിശബ്ദത നിറഞ്ഞിരുന്നു. ആദിത്യൻ അവനിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. ശാരദാമ്മയുടെ കണ്ണുകളിൽ അവനോടുള്ള പരാതികൾ തിരതല്ലി. നിവേദിത അദൃശ്യമായ നൂലുകൾ കൊണ്ട് അഗ്നിവേദിന്റെ ലോകത്തെ തുന്നിക്കെട്ടുകയായിരുന്നു. ഗൗതമിന്റെ കമ്പനിയിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അടുത്ത വലിയൊരു പ്രോജക്റ്റ് തനിക്ക് ലഭിക്കുമെന്നും അതിനുശേഷം അഗ്നിവേദിന്റെ ഈ ചെറിയ ലോകം തനിക്ക് ആവശ്യമില്ലെന്നും അവൾ ഉറപ്പിച്ചു. ഗൗതം ആ ഓഫീസ് മുറിയിൽ ഇരുന്നു കൊണ്ട് നിവേദിതയുടെ ഈ മാറ്റങ്ങൾ കൗതുകത്തോടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അവൾ ഒരു ചീട്ടുകാറ്റ് പോലെ തകരാൻ പോകുന്നത് കാണാൻ അവൻ കാത്തിരുന്നു. അഗ്നിവേദ് ഒന്നും അറിയാതെ ആ വഞ്ചനയുടെ വലയിലേക്ക് കൂടുതൽ ആഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. നിവേദിതയുടെ തന്ത്രങ്ങൾ കുടുംബത്തിന് പുറത്തേക്ക് വളർന്നു. അഗ്നിവേദിന്റെ ഏറ്റവും വലിയ കരുത്ത് അവന്റെ സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പം മുതൽ കൂടെയുള്ള ഒരു വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ആ സുഹൃത്തുക്കളെ തകർക്കാതെ അവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് നിവേദിതയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അഗ്നിവേദിന്റെ അടുത്ത സുഹൃത്താണ് സുമേഷ്. അഗ്നിവേദിന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും കൂടി നിന്നവൻ. നിവേദിത തന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി സുമേഷിനെ ലക്ഷ്യം വെച്ചു. ഒരു ദിവസം വൈകുന്നേരം സുമേഷ് അഗ്നിവേദിനെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ നിവേദിത അവനെ തനിച്ചു കണ്ടു. സുമേഷ്, ഞാനൊരു കാര്യം പറയട്ടെ. മുഖത്ത് വ്യാജമായ വിഷമം വരുത്തി അവൾ തുടങ്ങി. അഗ്നിവേദി ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. അവനിപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ വലിയ അത്യാഗ്രഹിയാണ്. പഴയതുപോലെ അവനെ വിശ്വസിക്കരുത്. സുമേഷ് സംശയത്തോടെ അവളെ നോക്കി. എന്താ നിവേദിത നീ പറയുന്നത്? അഗ്നി അവനേക്കാൾ വിശ്വസ്തനായി ആരുമില്ല. നിവേദിത ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ വഞ്ചനയുടെ തിളക്കമുണ്ടായിരുന്നു. അവൾ ഫോണിൽ നേരത്തെ ഗൗതമിന്റെ ഓഫീസിൽ വെച്ച് പ്ലാൻ ചെയ്ത ഒരു വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു. അതിൽ അഗ്നിവേദ ആരോടോ പണം ചോദിക്കുന്നതും സുഹൃത്തുക്കളെ തള്ളി പറയുന്നതുമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു.
ഇതൊന്നും അവനോട് പറയരുത്, എനിക്ക് പേടിയാ. അവർക്ക് നിങ്ങളെ പോലെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടാൻ വയ്യ. പക്ഷെ സത്യം നിങ്ങൾ അറിയണം. അവൾ പതുക്കെ സുമേഷിന്റെ മനസ്സിൽ അഗ്നിവേദിനോടുള്ള സംശയത്തിന്റെ വിത്തുകൾ പാകി. അന്നു മുതൽ സുമേഷും അഗ്നിവേദും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ അകലം വന്നു തുടങ്ങി. അഗ്നിവേദ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം സുമേഷ് ഒഴിഞ്ഞു മാറി. എന്താടാ നിനക്ക് പറ്റിയത് എന്ന് അഗ്നിവേദ് ചോദിക്കുമ്പോൾ സുമേഷിന്റെ മനസ്സിനുള്ളിൽ നിവേദിത നട്ട സംശയങ്ങൾ വളർന്നു പന്തലിച്ചിരുന്നു. അതേസമയം ഓഫീസിൽ ഗൗതമിന്റെ അടുത്ത് നിവേദിത കൂടുതൽ അടുത്തു തുടങ്ങി. ഗൗതം അവൾക്ക് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി നൽകി. ആ സമ്മാനങ്ങൾ അഗ്നിവേദിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവൾ സൂക്ഷിച്ചു. അഗ്നിവേദിന്റെ ലോകം ഓരോ ദിവസം ചെറുതായി കൊണ്ടിരുന്നു. ഒടുവിൽ അവന് തന്നെ തോന്നാൻ തുടങ്ങി എന്തോ വലിയൊരു ദുരന്തം തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അഗ്നിവേദിന്റെ വീട്ടിലെ സന്തോഷം മങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ വീട് ശ്മശാന മൂകമായിരുന്നു. നിവേദിതയുടെ കണ്ണുകളിൽ അപ്പോഴും ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അഗ്നിവേദിനെ ഉപേക്ഷിച്ച് ഗൗതമിന്റെ ആഡംബര ലോകത്തേക്ക് പറന്നുയരുക. അഗ്നിവേദിന്റെ ജീവിതം പതിയെ ഒരു കരിനിഴലിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയ അഗ്നിവേദിനെ കാത്തിരുന്നത് വലിയൊരു ആഘാതമായിരുന്നു. മേശപ്പുറത്ത് കുറച്ച് കടലാസുകൾ നിരത്തിവെച്ച് വക്കീലിന്റെ നോട്ടീസ് പോലെ തോന്നിക്കുന്ന ചില രേഖകളുമായി നിവേദിത അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ നിവേദൊക്കെ? അഗ്നിവേദ് അത്ഭുതത്തോടെ ചോദിച്ചു. നിവേദിതയുടെ മുഖത്ത് തെല്ലും ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ കൂസലില്ലാതെ പറഞ്ഞു, ഇതൊക്കെ നിനക്ക് മനസ്സിലാകില്ല അഗ്നി. നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക നില ഇപ്പോൾ വളരെ മോശമാണ്. നിന്റെ ഈ മീൻപിടുത്തവും ചെറിയ ജോലിയും കൊണ്ട് നമ്മൾ കടക്കെണിയിലാണ്. ഇതിലൊന്ന് ഒപ്പിടൂ. അതൊരു വ്യാജ വായ്പാ രേഖയായിരുന്നു. അഗ്നിവേദ് അറിയാതെ തന്നെ വലിയൊരു തുക കടം വാങ്ങിയതായി അതിൽ എഴുതി ചേർത്തിരുന്നു. സത്യത്തിൽ നിവേദിത തന്റെ ആഡംബര ഭ്രമം തീർക്കാൻ ഗൗതമിന്റെ അറിവോടെ എടുത്ത ലോണുകളായിരുന്നു അത്. പാവം അഗ്നിവേദ് തന്റെ ഭാര്യയെ അന്ധമായി വിശ്വസിച്ചതുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ അവൾ നീട്ടിയ പേപ്പറിൽ ഒപ്പിട്ടു. അഗ്നിവേദിന്റെ തകർച്ച അവിടെ തുടങ്ങുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പണം കടം കൊടുത്തവർ വീട്ടിലെത്തി ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അഗ്നിവേദ് ആകെ തകർന്നു പോയി. തന്റെ നാട് മുഴുവൻ താൻ കടക്കാരനാണെന്ന വാർത്ത പറഞ്ഞപ്പോൾ അവന്റെ അഭിമാനം അടിയോടെ തകർന്നു. അനിയൻ ആദിത്യൻ അവനെ വെറുപ്പോടെ നോക്കി. സുഹൃത്ത് സുമേഷ് അവന്റെ മുന്നിൽ വരാൻ പോലും മടിച്ചു. ഇതിനിടയിൽ ഗൗതം തന്റെ വക്കീലിനെ ഉപയോഗിച്ച് നിവേദിതയെ ആശ്വസിപ്പിക്കാനും അവളെ അഗ്നിവേദിന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അടർത്തി മാറ്റാനുമുള്ള നിയമപരമായ വഴികൾ ഒരുക്കി. നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നില്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നിവേദിത കണ്ണടച്ച് സമ്മതിച്ചു. അഗ്നിവേദിന്റെ വീടിന്റെ മുന്നിൽ ജപ്തി നോട്ടീസ് പതിക്കപ്പെട്ടു. അമ്മ ശാരദാമ്മ ഇത് കണ്ട് തളർന്നു വീണു. ഒരു വശത്ത് അസുഖബാധിതയായ അമ്മ, മറുവശത്ത് കടക്കാരുടെ ശല്യം, പിന്നെ താൻ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയുടെ തണുത്ത മനോഭാവം. അഗ്നിവേദ് ഒരേ സമയം പല അഗ്നികളിൽ വെന്തുരുകുകയായിരുന്നു. ഒരു രാത്രി മഴ തോരാതെ പെയ്യുമ്പോൾ വീടിന്റെ ഉമ്മറത്ത് തലയിൽ കൈവച്ചിരുന്ന അഗ്നിവേദിനെ നോക്കി നിവേദിത ഉള്ളാലെ ചിരിച്ചു. അവൾ തന്റെ ബാഗ് പാക്ക് ചെയ്ത് ഗൗതമിനൊപ്പം പോകുന്ന ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. അഗ്നിവേദിന്റെ തകർച്ച അവൾക്കൊരു വിജയഗാഥയുടെ തുടക്കമായിരുന്നു. അഗ്നിവേദിന്റെ ലോകം തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും അവനിലെ ആത്മാഭിമാനം പൂർണ്ണമായും മരിച്ചിരുന്നില്ല. വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്കിൽ നിന്നും ആളുകൾ വീട്ടിൽ വന്ന് ബഹളം വെച്ച ആ ദിവസം അഗ്നിവേദിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം നാമ്പെടുത്തു. താൻ ഒപ്പിട്ടത് കൃത്യമായി വായിച്ചു നോക്കിയില്ലെങ്കിലും താൻ എടുത്ത വായ്പയേക്കാൾ വലിയൊരു തുകയാണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് അവന് തോന്നി. അന്ന് രാത്രി വീടിന്റെ മൂലയിൽ ശാരദാമ്മ വേദന കൊണ്ട് പൊളയുമ്പോൾ നിവേദിത അടുത്തുണ്ടായിരുന്നില്ല. അവൾ ഗൗതവുമായി ഫോണിൽ സംസാരിക്കാൻ പുറത്തു പോയതായിരുന്നു. നിവേദിതയുടെ മറ്റൊരു ഫോൺ മേശപ്പുറത്ത് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഉൾവിളിയോടെ അഗ്നിവേദ് ആ ഫോണിലേക്ക് നോക്കി. ഫോണിൽ ലോക്കായിരുന്നെങ്കിലും പെട്ടെന്നൊരു മെസ്സേജ് സ്ക്രീനിൽ തെളിഞ്ഞു. ലോൺ രേഖകൾ ക്ലിയർ ആണ്. നിന്റെ ഭർത്താവിനെ പുറത്താക്കാൻ ഇനി അധികം താമസമില്ല. വക്കീലുമായി സംസാരിച്ചു കഴിഞ്ഞു. ഉടനെ ഗൗതമിന്റെ അടുത്തേക്ക് വരൂ. അഗ്നിവേദിന്റെ കൈകൾ വിറച്ചു. ആ വരികൾ അവന്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. താൻ സ്നേഹിച്ച, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച പെൺകുട്ടി തനിക്കെതിരെ ഇത്ര വലിയൊരു ചതിവല നെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നവന് വിശ്വസിക്കാനായില്ല. അവൻ പതുക്കെ ആ മെസ്സേജ് വായിച്ചുകൊണ്ട് നിൽക്കെ പുറത്ത് വാതിലിൽ നിവേദിതയുടെ കാലച്ച് കേട്ടു. അഗ്നിവേദ് വേഗം ഫോൺ പഴയ സ്ഥലത്ത് വെച്ച് ഒന്നും അറിയാത്തവനെ പോലെ കസേരയിൽ ചെന്നിരുന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചുപിടിച്ചു. നിവേദിത അകത്തേക്ക് വന്നു. അവളുടെ മുഖത്തൊരു പുതിയ തിളക്കമുണ്ടായിരുന്നു. ഗൗതം നൽകിയ വാഗ്ദാനങ്ങളുടെ തിളക്കം. അവൾ അഗ്നിവേദിനെ നോക്കി ഒരു കൃത്രിമ ചിരിച്ചിരിച്ചു. എന്താ അഗ്നി ഈ ഇരുട്ടിൽ? അവൾ ചോദിച്ചു. അഗ്നിവേദ് മറുപടി പറഞ്ഞില്ല. അവന്റെ മനസ്സിപ്പോൾ മറ്റൊരു വഴിയെ ചിന്തിക്കുകയായിരുന്നു. തകർന്നവനായി നിശബ്ദനായി ഇരുന്നാൽ താൻ ഇല്ലാതാകും. സത്യം പുറത്തു കൊണ്ടുവരണം. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തെളിയിക്കണം. എന്നാൽ അത് ഒറ്റയടിക്ക് വേണ്ട, കൃത്യമായ തെളിവുകൾ നിരത്തി വേണം. അവൻ പതുക്കെ എഴുന്നേറ്റു. നിവേദിതയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയത്തിന് പകരം അധികാരത്തിനോടുള്ള ആർത്തി മാത്രമാണെന്ന് അന്നവന് വ്യക്തമായി മനസ്സിലായി. അഗ്നിവേദിന്റെ ഉള്ളിൽ ഒരു അഗ്നി ആളിക്കത്തി തുടങ്ങിയിരുന്നു. വഞ്ചനയുടെ കറുത്ത തിരമാലകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ അവൻ തീരുമാനിച്ചു. ഇത് തന്റെ തകർച്ചയുടെ അവസാനമല്ല, പകരം പ്രതികാരത്തിന്റെ തുടക്കമാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് അഗ്നിവേദിനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അവൾ തനിക്ക് കുഴിച്ചുകുഴിയിൽ വീഴാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് മുതൽ അഗ്നിവേദ് തന്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യാൻ തുടങ്ങി.
തകർന്നു പോയവൻ എന്ന വേഷം അഭിനയിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നിവേദിതയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അഗ്നിവേദ് ആദ്യം ചെയ്തത് വായ്പയുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ രഹസ്യമായി സംഘടിപ്പിക്കുക എന്നതായിരുന്നു. ബാങ്കിൽ പോയി താൻ ഒപ്പിട്ട രേഖകളുടെ അസൽ പകർപ്പ് പരിശോധിക്കാൻ അവന് കഴിഞ്ഞു. അപ്പോഴാണ് സത്യം പുറത്തു വന്നത്. അതിൽ തന്റെ ഒപ്പല്ല ഉണ്ടായിരുന്നത്, മറിച്ച് നിവേദിതയുടെ ഒപ്പായിരുന്നു. അവൾ വ്യാജരേഖകൾ ചമച്ചു തന്നെ കൊടുക്കുകയായിരുന്നു. ഇതിനിടയിൽ ഗൗതമിന്റെ ഓഫീസിൽ നിവേദിതയുടെ സ്ഥാനവും സുരക്ഷിതമായിരുന്നില്ല. ഗൗതം അവളെ വെറുമൊരു പാവയായിട്ടാണ് കണ്ടിരുന്നത്. താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഗൗതമിന്റെ സ്വഭാവം മാറി. അവൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി അവൻ ലംഘിച്ചു തുടങ്ങി. ഒരു ദിവസം ഓഫീസിൽ വെച്ച് ഗൗതം തണുപ്പൻ മട്ടിൽ അവളോട് പറഞ്ഞു, നിവേദിത, നീ നിന്റെ കുടുംബത്തെ തകർത്തു, അത് നല്ല കാര്യം. പക്ഷെ നീ വിചാരിച്ച പോലെ എന്റെ കൂടെ വരാൻ നീ യോഗ്യയാണോ എന്നെനിക്ക് സംശയമുണ്ട്. തന്നെയുമല്ല, ഈ ലോൺ കേസുകളിൽ നിന്റെ പേരാണ് വരുന്നത്, എന്റേതല്ല. നിവേദിത ഞെട്ടിപ്പോയി. താൻ ബലിയാടാക്കപ്പെടുകയാണെന്ന് അവൾക്ക് അപ്പോൾ ബോധ്യമായി. ആഡംബര ജീവിതത്തിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോഴാണ് താൻ ചതിക്കുഴിയിലാണ് നിൽക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ഭയം അവളെ പിടികൂടി. അവൾക്ക് ഗൗതമിനോട് ദേഷ്യം തോന്നിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അഗ്നിവേദ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലെങ്കിലും തന്റെ പക്കൽ ഇപ്പോൾ തെളിവുകളുണ്ട്. അവൻ സുമേഷിനെ ഒന്ന് കണ്ടു സംസാരിക്കാൻ തീരുമാനിച്ചു. സുമേഷിന്റെ കണ്ണിലെ സംശയങ്ങൾ മാറ്റി സത്യം ബോധ്യപ്പെടുത്താൻ അവന് സാധിക്കുമെന്ന് അഗ്നിവേദിന് ഉറപ്പായിരുന്നു. സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും മുമ്പിൽ തന്റെ തെളിവുകൾ നിരത്തി നിവേദിതയുടെ മുഖംമൂടി അഴിക്കാൻ അവൻ തയ്യാറായി. അഗ്നിവേദിന്റെ പ്രതികാരത്തിന്റെ പാതയിൽ ആദ്യത്തെ ചുവടുവെപ്പ് തുടങ്ങിയിരുന്നു. നിവേദിതയും ഗൗതമും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി. അത് അഗ്നിവേദിന് ഗുണകരമാകുമെന്ന് അവൻ കണക്കുകൂട്ടി. സുമേഷിനെ കാണാൻ നഗരത്തിലെ ഒരു പഴയ കോഫി ഷോപ്പിലാണ് അഗ്നിവേദ് എത്തിയത്. സുമേഷിന്റെ കണ്ണുകളിൽ അപ്പോഴും സംശയത്തിന്റെ കരിനിഴലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അഗ്നിവേദിന്റെ മുഖത്തെ ഗൗരവവും ശാന്തതയും അവനെ അത്ഭുതപ്പെടുത്തി. അഗ്നിവേദ് ഒട്ടും സമയം കളയാതെ താൻ ശേഖരിച്ച രേഖകൾ സുമേഷിന് മുന്നിലേക്ക് നീട്ടി. സുമേഷ്, ഇത് നോക്കൂ. ഇത് എന്റെ ഒപ്പല്ല, നിവേദിത എന്റെ അറിവില്ലാതെ ചമച്ച വ്യാജ രേഖകളാണ്. താൻ പറഞ്ഞ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അതെല്ലാം ഗൗതം എന്ന ബിസിനസ്സുകാരൻ നിവേദിതയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എന്റെ ജീവിതം തകർത്ത് നിവേദിതയെ സ്വന്തമാക്കാൻ അവൻ കളിച്ച കളിയാണിത്. സുമേഷ് രേഖകൾ ഓരോന്നായി പരിശോധിച്ചു. അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സുഹൃത്തിന് സംശയത്തിന്റെ കണ്ണോടെ നോക്കിയതിൽ അവന് വലിയ കുറ്റബോധം തോന്നി. അഗ്നി, എന്നോട് ക്ഷമിക്ക്. അവൾ കാണിച്ച സ്ക്രീൻഷോട്ടിൽ ഞാൻ വീണുപോയി. നിന്നെ തള്ളി പറയാൻ എനിക്ക് അർഹതയില്ല. സുമേഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പഴയ ആ സൗഹൃദം അവിടെ വെച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അഗ്നിവേദ് അവനെ ചേർത്ത് പിടിച്ചു. നമുക്ക് ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാനുള്ളത് സുമേഷ്. നിവേദിതയെ മാത്രമല്ല, നിയമം കയ്യിലെടുത്ത് കളിക്കുന്ന ഗൗതമിനെയും നമുക്ക് തുറന്നു കാട്ടണം. അതേസമയം തന്റെ വീട്ടിൽ നിവേദിത പേടി സ്വപ്നങ്ങൾ കണ്ട് വിറക്കുകയായിരുന്നു. ഗൗതം അവളെ അവഗണിക്കാൻ തുടങ്ങിയതോടെ അവൾ അഗ്നിവേദിയുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള വഴികൾ ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ ഗൗതം അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. താൻ വിചാരിച്ചാൽ നിന്നെ പോലീസ് കേസിൽ കൊടുക്കുമെന്ന്. അഗ്നിവേദും സുമേഷും ചേർന്ന് ഒരു വലിയ നീക്കം ആലോചിച്ചു. അവർ ഗൗതമിന്റെ ഓഫീസിലെ ഒരു പഴയ അക്കൗണ്ടന്റിനെ സുമേഷിന്റെ സഹായത്തോടെ കണ്ടെത്തി. ആ അക്കൗണ്ടന്റാണ് ഗൗതമിന്റെ എല്ലാ വിഹിത ഇടപാടുകളുടെയും കള്ളക്കണക്കുകൾ സൂക്ഷിച്ചിരുന്നത്. നിവേദിതയെ കൊടുക്കാൻ ഗൗതം ഉപയോഗിച്ച വ്യാജരേഖകളുടെ ഒറിജിനൽ തെളിവുകൾ ഇനിയും ബാക്കിയുണ്ട്. അഗ്നിവേദിന്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങൾ അവസാനിക്കാൻ തുടങ്ങുകയായിരുന്നു. നിവേദിതയുടെയും ഗൗതമിന്റെയും ചീറ്റുകൊട്ടാരങ്ങൾ കാറ്റിൽ ആടിയുലയാൻ തുടങ്ങി. അഗ്നിവേദ് ഇപ്പോൾ വെറുമൊരു മീൻപിടുത്തക്കാരനായിരുന്നില്ല. താൻ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കാൻ പോകുന്ന ഒരു പോരാളിയായിരുന്നു. ഗൗതമിന്റെ ഓഫീസിലേക്ക് അഗ്നിവേദും സുമേഷും നേരിട്ട് കയറി ചെല്ലാൻ തന്നെ തീരുമാനിച്ചു. നിവേദിതയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തങ്ങളുടെ ജീവിതം നശിപ്പിച്ചതിന് അവരോട് പകരം ചോദിക്കാനുള്ള സമയമായിരുന്നു അത്. എന്നാൽ അഗ്നിവേദ് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. സുമേഷ്, നിയമം കയ്യിലെടുക്കരുത്. തെളിവുകൾ കൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അവർ ഓഫീസിലെത്തുമ്പോൾ ഗൗതം തന്റെ ക്യാബിനിലിരുന്ന് ഒരു ഫോൺ കോളിന്റെ തിരക്കിലായിരുന്നു. അപ്പുറത്ത് നിവേദിതയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ഗൗതം അവളോട് കടുപ്പത്തിൽ സംസാരിക്കുന്നത് അഗ്നിവേദും സുമേഷും കേട്ടു. എനിക്കിനി നിന്നെ കൊണ്ട് ആവശ്യമില്ല നിവേദിത. പോലീസ് കേസിൽ പെട്ടാൽ അത് നിന്റെ തലയിലാകും. എനിക്കല്ല, നീ സ്വന്തം ഭർത്താവിനെ ചതിച്ച പെണ്ണാണെന്ന് ലോകം അറിയട്ടെ. ഇത് കേട്ടതും അഗ്നിവേദിന്റെ ക്ഷമ നശിച്ചു. അവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഗൗതം അമ്പരന്ന് പോയി. തൊട്ടു പിന്നാലെ സുമേഷും അക്കൗണ്ടന്റും വന്നു. ഗൗതം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ കപടമായൊരു ചിരി ചുണ്ടിലണിഞ്ഞു. ആഹാ, നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്ത് വന്നോ? എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ഗൗതം പരിഹാസത്തോട് ചോദിച്ചു. അഗ്നിവേദ് ശാന്തമായി തന്റെ ബാഗിൽ നിന്ന് രേഖകൾ പുറത്തെടുത്തു. ഗൗതം, ഇതെല്ലാം വ്യാജരേഖകളാണ്. ഇതിന്റെ ഒറിജിനൽ തെളിവുകളും സാക്ഷിയും എന്റെ കൂടെയുണ്ട്. എന്റെ ഭാര്യയെ നീ ചതിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെ നിനക്കെതിരെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. നിവേദിതയെ വെറുതെ വിടാൻ ഞാൻ പറയുന്നില്ല. കാരണം അവൾ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ നീ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും ഇന്ന് പുറത്തു വരും. ഗൗതമിന്റെ മുഖത്തെ നിറം മാറി. അവൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പുറത്ത് പോലീസ് ജീപ്പുകളുടെ ശബ്ദം കേട്ടു തുടങ്ങിയിരുന്നു. സുമേഷ് നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകുകയും അക്കൗണ്ടന്റിനെ സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. നിവേദിത അസ്വസ്ഥയായിരുന്നു. തന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
ആഡംബരത്തിന്റെ പിന്നാലെ പോയപ്പോൾ താൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം ഭർത്താവിനെയും അന്തസ്സും സമാധാനവുമാണെന്ന് അവൾക്ക് ബോധ്യമായി. പോലീസ് ജീപ്പുകൾ ഗൗതമിന്റെ ഓഫീസിന് മുന്നിൽ വന്നു നിന്നു. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഓഫീസിലേക്ക് ഇരച്ചു കയറി. അക്കൗണ്ടന്റ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗൗതമിന്റെ കമ്പ്യൂട്ടറുകളും രേഖകളും പോലീസ് പിടിച്ചെടുത്തു. ഗൗതമിന്റെ മുഖത്ത് അഹങ്കാരം അലിഞ്ഞു തീർന്നു. അവൻ പോലീസിനോട് തർക്കിക്കാൻ ശ്രമിച്ചെങ്കിലും അഗ്നിവേദിന്റെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകൾക്ക് മുന്നിൽ അവനൊന്നും പറയാനില്ലായിരുന്നു. ഗൗതമിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അയാൾ അഗ്നിവേദിനെ നോക്കി പകയോടെ അലറി. എന്നാൽ അഗ്നിവേദ് ഒട്ടും പതറാതെ അവനെ നോക്കി നിന്നു. അതേസമയം നിവേദിത ഓഫീസിലേക്ക് ഓടിയെത്തി. ഗൗതം പോലീസ് പിടിയിലാകുന്നത് കണ്ട് അവൾ സ്തംഭിച്ചുപോയി. അവൾക്ക് നേരെ വന്ന പോലീസ് സംഘം ഗൗതമിന്റെ കുറ്റകൃത്യങ്ങളിൽ കൂട്ടുനിന്നതിന് നിവേദിതയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിലെ വെളിച്ചത്തിൽ നിവേദിതയുടെ മുഖത്ത് താൻ ചെയ്ത തെറ്റുകളുടെ ഭാരമുണ്ടായിരുന്നു. അഗ്നിവേദ് അവിടെ എത്തിയിരുന്നു. പോലീസ് സ്റ്റേഷന്റെ പുറത്ത് അവൻ നിശബ്ദനായി നിന്നു. നിവേദിത സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അഗ്നിവേദിനെ കണ്ടു. അവൾ കരഞ്ഞുകൊണ്ട് അവന് മുന്നിൽ മുട്ടുകുത്തി. എന്നെ മാപ്പാക്കണം അഗ്നി. ആഡംബരത്തിന്റെ പിന്നാലെ പോയ ഞാൻ സ്നേഹത്തിന്റെ വില അറിഞ്ഞില്ല. എന്നെ ചതിച്ചവനേക്കാൾ വലിയ ചതി ഞാൻ നിന്നോട് കാണിച്ചു. അഗ്നിവേദ് അവളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ കോപത്തേക്കാൾ ഉപരി ഒരു വലിയ സങ്കടമായിരുന്നു. നിവേ, നീ ചതിച്ചത് എന്നെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയാണ്. അമ്മയെയും അനിയനെയും നമ്മുടെ സൗഹൃദങ്ങളെയും നീ കൊതിച്ച ആഡംബരം നിനക്ക് തന്നതെന്ത്? വെറും ഏകാന്തതയും അപമാനവും മാത്രം. അവൻ അവളോട് ദേഷ്യപ്പെട്ടില്ല. പക്ഷെ അവന്റെ വാക്കുകൾക്ക് കഠാരയേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. ഇനി എനിക്ക് നിന്നെ പഴയതുപോലെ നോക്കാൻ കഴിയില്ല നിവേ. നീ തിരഞ്ഞെടുത്ത വഴി നീ തന്നെ മുന്നോട്ട് പോവുക. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വരികൾ ഇവിടെ അവസാനിക്കുന്നു. നിവേദിതയുടെ കരച്ചിൽ ആ സ്റ്റേഷന്റെ മതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവൾ ആഗ്രഹിച്ച ലോകം തകർന്നു. താൻ സ്നേഹിച്ചവനും തന്നിൽ നിന്നകന്നു. അവൾ ഒറ്റയ്ക്കായി കഴിഞ്ഞിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം തീരപ്രദേശത്തെ ആ ചെറിയ വീട് ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ഉണർന്നിരിക്കുന്നു. അഗ്നിവേദ് തന്റെ മീൻപിടുത്തവും ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. അമ്മ ശാരദാമ്മയുടെ ആരോഗ്യനില വീണ്ടെടുത്തു. അനിയൻ ആദിത്യൻ തന്റെ ബിസിനസ് സ്വപ്നങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്തു തുടങ്ങി. കുടുംബത്തിൽ പഴയ സന്തോഷം തിരികെ വന്നിരിക്കുന്നു. പക്ഷെ അതോടൊപ്പം ഒരു പക്വതയും എല്ലാവരിലുമുണ്ട്. ഗൗതമിന് നിയമം അർഹിച്ച ശിക്ഷ തന്നെ ലഭിച്ചു. സാമ്പത്തിക തട്ടിപ്പിനും വ്യാജരേഖകൾ ചമച്ചതിനും അവൻ ജയിലിലായി. ആഡംബരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് അവൻ തകർന്നടിഞ്ഞു. നിവേദിതയുടെ കാര്യം അതീവ ദയനീയമായിരുന്നു. അവൾക്ക് ജോലി നഷ്ടപ്പെടുകയും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റുകൾക്ക് നിയമപരമായ ശിക്ഷകൾ നേരിട്ടതിനൊപ്പം മാനസികമായ വലിയൊരു തകർച്ചയിലൂടെയാണ് അവൾ കടന്നുപോയത്. ഗൗതമിന് വേണ്ടി അവൾ ഉപേക്ഷിച്ചതെല്ലാം ഇന്ന് അവൾക്ക് നഷ്ടമായിരിക്കുന്നു. ഒരു ചെറിയ വാടകമുറിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിവേദിത പഴയ തന്റെ അതിമോഹങ്ങളെ ഓർത്ത് ഇന്നും കണ്ണീർ വാർക്കുന്നുണ്ട്. അഗ്നിവേദ് ഒരിക്കൽ അവളെ അകലെ നിന്ന് കണ്ടിരുന്നു. അപ്പോഴും അവളോട് വെറുപ്പില്ലായിരുന്നു. പകരം വലിയൊരു തിരിച്ചറിവ് മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. സ്നേഹത്തെയും വിശ്വാസത്തെയും പണത്തിനും പ്രതാപത്തിനും വേണ്ടി ബലി കൊടുക്കുമ്പോൾ ബാക്കിയാകുന്നത് വെറും ശൂന്യത മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അഗ്നിവേദ് തന്റെ ബോട്ടിലേക്ക് കയറി. കടലിലെ തിരമാലകൾ അപ്പോഴും കരയോട് അലറുന്നുണ്ടായിരുന്നു. വിയർപ്പും അധ്വാനവും നിറഞ്ഞ ജീവിതം തന്നെയാണ് ഏറ്റവും സുന്ദരമെന്ന് ആ കടൽക്കാറ്റ് അവനോട് മന്ത്രിച്ചു. തകർച്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്റെ വേരുകളിലേക്ക് തിരികെ നടക്കാൻ അവന് കഴിഞ്ഞു. ജീവിതം ഒരു പുഴ പോലെയാണ്. അത് ഒഴുകിപ്പോകുമ്പോൾ തെറ്റായ വഴിയിൽ പോകുന്നവർ കല്ലുകളിൽ തട്ടിത്തകരുന്നു. എന്നാൽ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നവർ ലക്ഷ്യത്തിലെത്തുന്നു. അഗ്നിവേദ് തന്റെ ലക്ഷ്യത്തിലേക്ക്, സ്നേഹത്തിന്റെ തീരത്തേക്ക് സുരക്ഷിതമായി എത്തിച്ചേർന്നിരിക്കുന്നു.